ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അങ്കിത ആൻഡ്രൂസ്. ഞാൻ സെക്കൻഡ് ഇയർ BPT പഠിക്കുകയാണ് BNCPയിൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എക്സൈറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ. എന്നു വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ 2 വർഷം നീറ്റൊക്കെ എഴുതി അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുവാണ്. സോ എനിക്ക് എൻ്റെ ഹോസ്റ്റലിലെ ലൈഫ് എങ്ങനെയായിരുന്നു, എൻ്റെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ തോന്നി. സോ അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഞാൻ ഇന്ന് പോയിന്റ്സ് ഒന്നും വിട്ടു പോകാണ്ടിരിക്കാൻ ഒരു നോട്ട് പാഡും ഒരു പെന്നൊക്കെയായിട്ടാണ് വന്നേക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ എൻട്രി, ഞാൻ പഠിച്ചത് സൈലത്തിലാണ്. സൈലം ഹൈബ്രിഡിലാണ് ഞാൻ പഠിച്ചത്. കോഴിക്കോടായിരുന്നു അന്ന്. ഞാൻ എപ്പോഴാണ് 10th പഠിക്കുന്നത് 2019 എൻ്റെ എക്സാം കഴിഞ്ഞു. 19, 20 ഞാൻ 11th, 20, 21, 12th, അതായത് 21, 22 ബാച്ചായിരുന്നു ഞാൻ എവിടെ നീറ്റിൽ പഠിക്കാനായിട്ട്. ഞാൻ സൈലത്തിൽ പോയത് ഫസ്റ്റ് ഇയർ ഓഫ്ലൈൻ കോച്ചിങ്ങിൽ ഞാൻ പോയത് 2021 ആയിരുന്നു. 2021, 2022 കാലത്തിലായിരുന്നു എൻ്റെ ഫസ്റ്റത് ഞാൻ എൻ്റെ എൻട്രൻസ് ട്രെയിനിങ്ങിനായിട്ട് ഞാൻ ഇവിടെ കോഴിക്കോട്ട് പോയത്. സോ ഞാൻ ട്രെയിനിലായിരുന്നു പോയത്. ഞാൻ, എൻ്റെ അമ്മ, പിന്നെ അമ്മയുടെ കസിൻ, ഞങ്ങൾ 3 പേരും കൂടി കോഴിക്കോട് ട്രെയിനിൽ ഇറങ്ങി. ട്രെയിനിൽ നേരെ ഇറങ്ങിയതും ഞങ്ങൾ കഴിക്കാനൊന്നും പോയില്ല, നേരെ സൈലത്തിൻ്റെ ഓഫീസിലോട്ടാണ് പോയത്. ഒരു 4 നില കെട്ടിടമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നേരെ ഓഫീസിലോട്ട് കയറുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. ഒരു ക്ലാസ് റൂമിലായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ ക്ലാസ് റൂമെന്ന്. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫീസൊക്കെ അടച്ച് എല്ലാം സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ ശേഷം ഹോസ്റ്റൽ അലോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് നയാഗ്ര ആയിരുന്നു എൻ്റെ ഹോസ്റ്റൽ. അത് ആക്ച്വലി നമ്മുടെ ഓഫീസിന് അടുത്ത് തന്നെയായിരുന്നു. അതായത് ഓഫീസ് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ല 4 നില കെട്ടിടമായിരുന്നു. അപ്പം താഴെ നില ഓഫീസായിരുന്നു, പിന്നെ മുകളിലായിരുന്നു ക്ലാസ്സസ്. അങ്ങനെ ആ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ഈ നയാഗ്ര ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ സെറ്റിൽമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൽ പോയതിനു ശേഷം എൻ്റെ മുറി എനിക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു എനിക്ക് കിട്ടിയ മുറി. അതൊരു 4 ആൾക്കാർ കിടക്കാനുള്ള മുറിയായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അഞ്ജന എന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ റൂംമേറ്റ്. ഫസ്റ്റ് എനിക്ക് തന്നെ ഹോം സിക്നസ് ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ അവർ കഴിഞ്ഞ് പോയി. അപ്പോൾ ഓക്കെ, അതാണ് എൻ്റെ ഹോസ്റ്റൽ സെറ്റപ്പ്. ഞാൻ പഠിച്ചത് ഹൈബ്രിഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്സും പിറ്റേന്ന് ഓഫ്ലൈൻ ക്ലാസ്സുമാണ്. നമുക്ക് ടാബൊക്കെ അവർ തന്നെ തന്നു, നമ്മുടെ ഫീസിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു, ടാബൊക്കെ തന്നിരുന്നു. അപ്പം ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്കൊരു പോർഷൻസ് ഉണ്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ട്, അത് നമുക്ക് തരും. നമുക്കൊരു ഗൈഡൊക്കെ ഉണ്ട്, പേഴ്സണൽ ഗൈഡോ, എൻ്റെ പേരെന്തുവായിരുന്നു ആ സംഭവത്തിന്, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരാണ് നമുക്ക് നമ്മുടെ പോർഷൻസൊക്കെ, പെർ ഡേ പോർഷൻസൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ നാളത്തുള്ള ഓഫ്ലൈൻ എടുക്കുന്ന ക്ലാസ് നമുക്ക് തലേന്ന് തരും ഓൺലൈനിൽ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തലേന്ന് അതൊക്കെ പഠിച്ച് സെറ്റാക്കിയിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ പോകുമല്ലോ. ആദ്യത്തെ ഒരു 1 hour നമുക്ക് ടെസ്റ്റ് ആയിരിക്കും. അതായത് എങ്ങനെയാണ് നീറ്റ് എക്സാം നടന്നത് അതേപോലെ OMR ഷീറ്റിൽ നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഒരു 200 മാർക്കിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഓർമ്മ. ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്, നേരിട്ട് സാറുമാർ വന്ന് പഠിപ്പിക്കും. ഓക്കെ, നമ്മൾ വീഡിയോയിൽ കാണുന്ന സാറുമാരൊന്നും അല്ല വരുന്നത്, വേറെ സാറുമാരും ടീച്ചർമാരും നമ്മൾ പഠിപ്പിക്കുന്നത്. അവർ വന്നിട്ട് ആ ടോപ്പിക്സ് എടുക്കും, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതായിരുന്നു സെറ്റപ്പ് ബേസിക്കലി. ഇനി ഞാൻ ആ ക്ലാസ് റൂമിൻ്റെ സെറ്റപ്പ്, ഇത് ഞാൻ പറയുന്നത് 21, 22 ആ ഒരു സമയത്തായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കാണ്. അവിടെ കുറേ ബ്രാഞ്ചസ് തന്നെ പോകുന്നുണ്ട് പിന്നെയാണ്. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ ക്ലാസ് റൂം എങ്ങനെയാണെന്ന് അറിയാമോ, ഒരു നീണ്ട ഒരു മുറിയാണേ. നീണ്ട മുറിയുടെ ഒരറ്റത്ത് പ്രൊജക്ടറും സാറ് നിൽക്കുന്ന പോഡിയും അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ചെയർ ഇട്ടിട്ടുണ്ട്. ചെയറല്ല, ചെയറാണ്. അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ക്രീനിനടുത്തോട്ട് ഹൈറ്റ് കുറഞ്ഞ് പിന്നെ അങ്ങനെ ഹൈറ്റ് കൂടി ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് ഹൈറ്റ് ഉണ്ടാവും. റൂം ഫുള്ള് AC ആണ്. വൈഫൈ AC എല്ലാം സെൻട്രലൈസ്ഡ്. സ്റ്റുഡൻസിന് വൈഫൈ ആക്സസ് ഒന്നും ഇല്ലായിരുന്നു. AC എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് തണുത്ത് വെറിച്ചായിരുന്നു. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു പോയി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര AC ഒക്കെ തണുപ്പൊക്കെ ആയിരുന്നു. സാറന്മാർ ഒരറ്റത്ത് നിന്നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. പിന്നെ നീണ്ടു കിടക്കുവാണല്ലോ കുട്ടികൾ. ഒരു ക്ലാസ് റൂമിൽ തന്നെ 100-150 പേരൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ. അത്രയ്ക്ക് നീണ്ട ക്ലാസ് റൂമാണ്. വിഡ്ത്ത് അല്ല, ലെങ്ത് ആയിരുന്നു കൂടുതൽ. വിഡ്ത്ത് കുറവായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. പിന്നെ വെന്റിലേഷൻ ഒന്നുമില്ല, ഫുൾ AC റൂമായിരുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഓൺലൈൻ ക്ലാസ് തന്നെ കണ്ട് പഠിച്ച് പിന്നെ നമ്മൾ സെപ്പറേറ്റ് സാറന്മാരുടെ ക്യാബിനിൽ പോയി ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു പഠിച്ചുകൊണ്ട്. എനിക്ക് കെമിസ്ട്രിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ ക്യാബിനിൽ പോയിട്ടായിരുന്നു പഠിച്ചുകൊണ്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ആ സെറ്റപ്പ്. പിന്നെ എല്ലാ എൻട്രൻസ് കോച്ചിങ്ങിനെ പോലെയും സൈലത്തിൽ ആ സമയത്ത് ഗ്രേഡിങ് ലെവലൊക്കെ ഉണ്ടായത്. നല്ല പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം. അതുകൊണ്ട് ആ പഠിത്തത്തിൻ്റെ നിലവാരം കുറഞ്ഞ് വരുന്നതോറും ക്ലാസ് റൂംസും
ക്ലാസ് റൂംസും അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തായിരുന്നു അവർക്ക് ക്ലാസ് റൂം കൊടുത്തിരുന്നത്. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞില്ല മോർണിംഗിൽ ടെസ്റ്റ് ഉണ്ടാവുമെന്ന്. ആ ടെസ്റ്റിൽ നമ്മൾ മാർക്ക് കൂടുന്നതനുസരിച്ച് നമ്മൾ ക്ലാസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാർക്ക് കുറയുകയാണെങ്കിൽ ലോവർ ക്ലാസ്സിലോട്ടും മാർക്ക് കൂടുകയാണെങ്കിൽ അപ്പർ ക്ലാസ്സിലോട്ടും പോകുമായിരുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേ മാർക്ക് തന്നെയാണെങ്കിൽ ആ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. പിന്നെ ഫുഡ്, ഹോസ്റ്റലിലെ ഫുഡ് എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്തൊരു ഫുഡായിരുന്നു. ഐ മീൻ എന്നും സോയാ ചങ്ക്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രൈഡ് റൈസ്, സോയാ ചങ്ക്സ് കൊണ്ടുണ്ടാക്കിയ റൈസ് ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ കറിയൊക്കെ ഉണ്ടാവും. കായ വറുത്ത കറി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. ചേനക്കറി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി സൂപ്പറായിരുന്നു ഇടയ്ക്ക് സൺഡേ ഒക്കെ. ഫുഡ് അങ്ങനെയാണ്. പിന്നെ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഹോസ്റ്റലിൽ തന്നെയായിരിക്കും. പിന്നെ വീക്കെൻഡ്സിൽ ഒരു വാൻ വരും. അതിനകത്ത് കുറേ ബുക്സും നമുക്ക് സ്നാക്സ്, പേന, പെൻസിൽ, കുറേ ഫയൽ അതൊക്കെ കൊണ്ടിട്ട് ഒരു ചേട്ടൻ വാനി വരും. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിനകത്തോട്ട് വരും. നമ്മൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കണം. പിന്നെ ഹോസ്റ്റലിലത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂംമേറ്റ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവർ ഭയങ്കര പഠിക്കുന്ന, നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന റൂംമേറ്റ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ഒരു കാലിബർ അനുസരിച്ച് പഠിക്കാനും അത് കുറച്ചുകൂടി കൂട്ടാനൊക്കെ അതൊരു വലിയൊരു കാര്യമാണ്. ഉഴപ്പ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല, ഉഴപ്പി അങ്ങ് പോകും. ചുറ്റുവട്ടം ഭയങ്കരമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഹോസ്റ്റലുണ്ടായിരുന്ന സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിരുന്ന സാറന്മാരൊന്നും പഠിപ്പിക്കാനില്ലായിരുന്നു. വേറെ സാറന്മാരാണ് ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അനന്തു സാറും നമുക്ക് പഠിപ്പിക്കാനൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം പുള്ളി ക്ലാസ് വന്നിട്ട് മോട്ടിവേഷൻ സ്പീക്ക് പോലെ മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബയോളജി പഠിപ്പിക്കാനായിട്ട് ഒരു സാറ്, ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു സാറ് വന്നിട്ടുണ്ട്. സാറിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. പുള്ളി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഈ 2 പ്രാവശ്യം അല്ലാണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു സാറന്മാരെ ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത്. പിന്നെ ബയോളജിയിൽ ബോട്ടണി പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. ആ സാറിൻ്റെ പേര് എനിക്ക് മറന്നു. പക്ഷെ പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ UKG എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവിയുണ്ട്. ആ മൂവിയിലെ നടനെ പോലെയാണ് ആ സാർ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ ബയോളജി പഠിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റുഡൻസിൻ്റെ അടുത്തോട്ടൊക്കെ വന്ന് ഭയങ്കര ഇൻട്രാക്ടിങ് സെഷൻസ് ആയിരുന്നു. ബാക്കിയുള്ള എല്ലാവരും സ്ക്രീനിൻ്റെ ആ പ്രൊജക്ടറിൻ്റെ അടുത്ത് തന്നെ നിന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അനുഭവമല്ല, ഒരു ഫൺ മൂമെൻ്റ് എന്ന് പറയാം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അനന്തു സാറ് നമ്മുടെ ക്ലാസ് റൂമിൽ വന്നിരുന്ന ഒരു പ്രാവശ്യം മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ തരാൻ. അപ്പോൾ അന്ന് ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട്, തണുപ്പ് കാരണം AC തണുപ്പ്, എനിക്ക് തണുപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് AC ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് AC ക്ലാസ് റൂമിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതേപോലെ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഇരിക്കുക. കാരണം എനിക്ക് ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് പഠിക്കാൻ വേണമെങ്കിൽ ഭയങ്കര ഉറക്കമൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊക്കെ പോയി ഇരിക്കുമായിരുന്നു, നേരത്തേക്ക് വന്നിട്ട്. അപ്പം ഇതുപോലെ ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട്, സാറ് പെട്ടെന്ന് നടന്നപ്പോൾ എല്ലാവരും എക്സൈറ്റ്മെൻറ്റ്, അനന്തു സാറ് മറ്റേ മമ്മൂട്ടി മോഹൻലാലിനെ കാണുന്ന പോലെയായിരുന്നു. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, പുള്ളിക്കാരനെ എപ്പോഴും വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് വരുന്ന പറയുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ കഥ തുറന്ന് നടന്നു വരുന്നു. നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുക. ഞാൻ ഫ്രണ്ടിലാണ്, നേരിട്ട് അടുത്ത് കാണായിരുന്നു. ഞാൻ അനന്തു സാറൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നേ. അപ്പം ഇങ്ങനെ സാറ് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷണലായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് എനിക്ക് പഠിക്കാനിങ്ങനെ മൂത്തിങ്ങനെ വരുമായിരുന്നു. ഒരു വൈകുന്നേരം ഉച്ച സമയം, അതായത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്, അത് കഴിഞ്ഞ് നമുക്ക് പോകണം, ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കണം, അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ സാറ് വന്ന് ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഹോസ്റ്റലിൽ പോകണം, ഫ്രഷ് ആണം, പഠിക്കണം, അതായിരുന്നു എൻ്റെ മൈൻഡ്. അപ്പോൾ സാർ ഇങ്ങനെ പറയണ ഇത് കണ്ടിട്ട് എനിക്കിത് വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഫയൽ, എൻ്റെ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ, പേനയൊക്കെ എടുത്ത് ഞാൻ പെട്ടെന്ന് ബാഗിലൊക്കെ വെച്ച് റെഡി ആയിട്ട് വേഗം പോകാം. ഇത് സാറ് കണ്ടിട്ട് പറയണേ, എന്തോന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ എന്നിട്ട് പോകാമെന്ന്. സാറ് വിചാരിച്ച് സാറിൻ്റെ സംസാരം കേൾക്കാൻ വൈകിട്ടെല്ലാം പറക്കി വെക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പഠിക്കാൻ മുട്ടിയിട്ട് എല്ലാം പറക്കി വേഗം പോയിട്ട് വേഗം പഠിക്കണം എന്ന് വിചാരിച്ചത്. അതായിരുന്നു സാറും ഞാനും തമ്മിലുള്ള ഒരു ഫസ്റ്റത്തെ ഒരു ഇൻസിഡൻറ്റ്. അത് മാത്രം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ സാറിനെ കണ്ടിട്ടൊന്നുമില്ല എന്നിട്ട്. അങ്ങനെ അതൊരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്. നമുക്ക് എത്രയൊക്കെ സ്പൂൺ ഫീഡിങ് ചെയ്താലും, എത്രയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് തന്നാലും, എന്തൊക്കെ ചെയ്തെന്നാൽ നമ്മൾ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചാലേ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നീറ്റ് എന്നല്ല, എന്തും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അത് തോന്നണം, അതെനിക്ക് വേണമെന്ന്. ആരൊക്കെ ഇത് നിൻ്റെതാണെന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് പറയാം. പക്ഷെ നമ്മുടെ മനസ്സ് തോന്നില്ല അത് എൻ്റെതാണ്, അതെനിക്ക് വേണം എന്ന് നമ്മുടെ മനസ്സ് തോന്നണമല്ലോ, എന്നാലും നമുക്കത് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഈ കൂടെ നിന്ന് എല്ലാവരും മന്ത്രം ജപിക്കുന്ന പോലെ നിൻ്റെതാണ് ഇത് എടുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പം ഒരു കൊച്ചിനെ ഒരു ഫുഡ് കൊടുക്കുക, ഭയങ്കര നിർബന്ധിച്ച് കുത്തിത്തേറ്റി കൊടുത്താൽ തുപ്പും. അതിനിഷ്ടമല്ല, അത് കഴിക്കത്തില്ല, അത് കളയും, മനസ്സിലായ. പക്ഷെ അത് ഇഷ്ടമുള്ളൊരു ആഹാരം നമ്മൾ
കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും, നമ്മുടെ ടൈം പോകും. അതാണ് ബേസിക് കാര്യം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ആരുടെയും നിർബന്ധത്തിലോ ഫാമിലിയുടെ ഇഷ്ടം അങ്ങനെയൊന്നും നോക്കരുത്. എനിക്ക് നീറ്റ് ചെയ്തെടുക്കാനുള്ള കാലിബറുണ്ട്, അല്ലെങ്കിൽ എനിക്കത് വേണം, ഇത് എൻ്റെ ഡ്രീമാണ്, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ സ്വന്തം ആഗ്രഹമാണ്, ഞാനിത് ചെയ്യുമെന്ന് നമുക്ക് ഒരു 100% ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് പറ്റിയ ഒരു അബദ്ധം അതായിരുന്നു. ഇതെൻ്റെ സൈഡല്ലായിരുന്നു, മനസ്സിലായില്ല. എനിക്ക് പറ്റാത്തൊരു സംഭവമായി. പക്ഷെ എന്തോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനതിൽ പോയി പെട്ടെന്നല്ല, ഞാൻ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് റിയലൈസേഷൻ വന്നു ഇതെനിക്ക് പറ്റിയതല്ല. സോ ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ലൈഫ് വേറെ പോയി. ഇപ്പോൾ കുറേ പിള്ളേരുണ്ടാവും നമ്മുടെ സ്ഥലത്ത്, പാരൻസും മറ്റുള്ള ഫ്രണ്ട്സ് പോകുന്നതൊക്കെ കണ്ടിട്ട് വെറുതെ വിചാരിക്കും ഓക്കെ ഞാനും പോവാം, എനിക്കും പറ്റും. പക്ഷെ ചിലർക്ക് റിയലൈസേഷൻ വരും, അവർ മാറിപ്പോവും. ചിലരില്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിപ്പോവും. നമുക്ക് തന്നെ അറിയാലോ നീറ്റിൻ്റെ കഥ. നീറ്റിൻ്റെ റിസൾട്ട് ഒന്ന് ആത്മഹത്യ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക, പറ്റുന്നില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക, വേറെ കാര്യം നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള കാര്യം കണ്ടുപിടിക്കുക, ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഞാൻ എല്ലാ കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അത് ഒരു വീഡിയോ ചെയ്യാം. അവിടെ ഒരു മാഗിയുടെ കവർ ഇട്ടിട്ടുണ്ട്, അത് കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തെ. ഹോസ്റ്റലിൽ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഒന്നും പറ്റില്ല. ഫുഡൊക്കെ വരും, ചായ ഇടാൻ പറ്റുമായിരുന്നു, നമുക്കല്ല, വാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാർഡനോട് പറയുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ പഠിക്കാൻ കട്ടനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാർ ഇട്ട് തരുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് മാഗിയൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ വേവിച്ചൊക്കെ തരുമായിരുന്നു ഇടയ്ക്ക്. പക്ഷെ മാനേജ്മെൻറ്റ് സമ്മതിക്കത്തില്ലായിരുന്നു, പക്ഷെ പുള്ളിക്കാരി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നിങ്ങൾ വീണ്ടും എങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യാം. ഓക്കെ, ബൈ.